ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ലോകേഷ് കനകരാജിൻ്റെ പുതിയ മൂവി കൂലിയെ കുറിച്ച് നമ്മൾ ഒരുപാട് അപ്ഡേറ്റ്സ് ആയി കാണുന്നു. അതിൽ അഭിനയിക്കാൻ പോകുന്ന ആമീർ ഖാൻ അഭിനയിക്കുന്നു. അതുപോലെ തന്നെ തെലുങ്കിൽ നിന്ന് നാഗാർജുന, അങ്ങനെ നമ്മൾ ഒരുപാട് അപ്ഡേറ്റ്സ് കാണുന്നുണ്ട്. അതിൻ്റെ സോങ് ഒക്കെ റിലീസാകാൻ പോകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം മ്യൂസിക് ചെയ്തിരിക്കുന്ന അനിരുദ്ധ് രവിചന്ദ്രൻ. ഇപ്പോൾ നമുക്കറിയാം ടോപ്പ് വണ്ണിൽ നിൽക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ്. എ റഹ്മാനേക്കാളും ടോപ്പിലാണ് ഇപ്പോൾ അനിരുദ്ധിൻ്റെ ഒരു സ്ഥാനം എന്ന് പറയുന്നത്. ഹിന്ദിയിലായാലും തെലുങ്കിലായാലും എല്ലായിടത്തും അദ്ദേഹത്തിന് ഒരുപാട് ഫാൻസും ചെയ്തിരിക്കുന്ന എല്ലാം ഹിറ്റാണ്. ശരിക്കും പറഞ്ഞാൽ ലോകത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ മ്യൂസിക് കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഈ കുത്തു സോങ് ഒക്കെ അതുപോലെ ഐറ്റം സോങ് ഒക്കെ അനിരുദ്ധിൻ്റെ മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ ഈ ഒരു കൂലി എന്ന് പറഞ്ഞാൽ ഇത്രയും ബിഗ് ബഡ്ജറ്റിൽ അത് ലോകേഷ് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു മൂവിയിൽ ഈ മൊണീക്ക എന്ന് പറഞ്ഞൊരു സോങ് റിലീസ് ചെയ്യുമ്പോൾ എല്ലാവരും വെയിറ്റിങ്ങിലായിരുന്നു. കാവാല പോലെ ഒരു ഹിറ്റ് അടിക്കുമെന്നൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചാണ് കേട്ടോ ഇരുന്നിരുന്നത്. അപ്പോൾ നമ്മൾ മലയാളീസും വെയിറ്റിംഗ് ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് പോലെയാണ്. ഇപ്പോൾ വേട്ടവൻ റിലീസായപ്പോൾ അതിൽ മഞ്ജു വാര്യരാണ് വന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ രജനീകാന്തിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ മലയാളികളുടെ സ്വന്തം പ്രിയ താരം സൗബിനാണ് അതിൽ പൂജ ഹെഗ്ഡയുടെ ഒപ്പം ഡാൻസ് കളിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കിതൊരു സർപ്രൈസും കാര്യമില്ല. സൗബിനായിരിക്കും ഈ സോങ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. പൂജ ഹെഗ്ഡയെ കുറിച്ച് നമുക്ക് പറയേണ്ടതില്ല. കുത്ത് സോങ്ങിലൊക്കെ അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു നായികയാണ്. അപ്പോൾ രജനീകാന്തായിട്ടുള്ള കോംബോ ആണ് എല്ലാവരും പ്രതീക്ഷിക്കുക. പക്ഷേ അത് വിപരീതമായിട്ട് ഒരു സൗബിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കഥയുമായി ബന്ധപ്പെട്ട് അങ്ങനെ വന്നായിരിക്കും. പ്രത്യേകിച്ച് ലോകേഷിൻ്റെ സിനിമയിൽ നമ്മൾ ഇങ്ങനെ ഒരു പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സോങ്. പക്ഷേ ആ ഒരു സ്ക്രീൻ പ്ലേയിൽ ചിലപ്പോൾ അത് ആവശ്യമെന്ന് തോന്നിയതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു സോങ് ഇട്ടിരിക്കുന്നത്. എന്തായാലും പൂജ ഹെഗ്ഡയുടെ ഒരു കോസ്റ്റ്യൂം, ഒരു റെഡ് ഗൗണൊക്കെ ഇട്ടുള്ള അടിപൊളിയാണ്. ഈ ഒരു സോങ്ങിനുണ്ടല്ലോ, ഈ ഒരു കോസ്റ്റ്യൂം വളരെയധികം ചേരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കോറിയോഗ്രാഫി എടുത്തു പറയേണ്ടതാണ്. സൂപ്പർ സോങ് ആണ്. ഇതിലിപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ, ഈ പൂജ ഹെഗ്ഡയുടെ കൂടെ അഭിനയിച്ചത് നടൻ ആരാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ സൗബിൻ ഷെയറിനെ നമുക്ക് മലയാളീസിനൊക്കെ എല്ലാവർക്കും അറിയാം. അതുപോലെ തമിഴിലും ഒരുപാട് ആൾക്കാർക്ക് അറിയാം. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു 100 കോടി ക്ലബ്ബൊക്കെ കടന്നു പോയിട്ടുള്ള മഞ്ഞുമൽ ബോയ്സിലൂടെയൊക്കെ അദ്ദേഹം പാൻ ഇന്ത്യൻ ലെവലിൽ അറിയപ്പെടുന്ന ഒരു നടനാണ്. പക്ഷെ അദ്ദേഹം ഇങ്ങനെയൊക്കെ ഡാൻസ് ചെയ്യുമോ എന്നുള്ളത് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. മലയാളികൾക്ക് പോലും ഒരു അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു സോങ്ങിൽ പൂജ ഹെഗ്ഡയുടെ കൂടെ ഇത്രയും നന്നായിട്ട് വെറുതെ ഒരു സീനിൽ വന്ന് 2 സ്റ്റെപ്പ് ഇട്ട് പോയല്ല, ത്രൂ ഔട്ടായിട്ട് നല്ല ഹെവി സ്റ്റെപ്സ് തന്നെ അദ്ദേഹത്തിന് കൊടുത്തത് അത് ഭംഗിയായിട്ട് നിറവേറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിരുന്നത് സൗബിനെ ഇങ്ങനെ ഒരു സീനിൽ മാത്രമല്ല അതൊരു സോങ് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് വലിയൊരു ഗുണമാണ്. ഒരു സോങ് ഒക്കെ ഹിറ്റ് ആവണത് ഒരുപാട് നാളുകൾ നിൽക്കുന്നവരാണ്. ഇടയ്ക്കിടയ്ക്ക് വരും. ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് അതിന് സീനിൽ മാത്രമല്ലേ വരുള്ളൂ. പക്ഷേ സോങ്സ് എന്നൊക്കെ പറയുമ്പോൾ അത് എപ്പോഴെപ്പോഴും ടി വിയിൽ വരും, കാണും. അപ്പോഴും അതിൻ്റെ റീൽസ് വരും. അപ്പോൾ ഒരുപാട് അദ്ദേഹം ഫേമസ് ആവാന്നുള്ളത് പാൻ ഇന്ത്യൻ ലെവലിൽ ഒന്നുകൂടെ ഫേമസ് ആവുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം എല്ലാവരും ചോദിച്ചു തുടങ്ങി, അറിയാത്ത ആൾക്കാർക്ക് ചോദിച്ചു തുടങ്ങിയത് ആരാണ് ഈ നടൻ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്തായാലും സോങ് വന്നപ്പോൾ തന്നെ ഭയങ്കര വൈറലായിട്ടുണ്ട്. എല്ലാവരും ഇതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഒരുപാട് റീൽസ് ഇപ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ എന്തായാലും ഈ ഒരു സോങ് കാവാല സോങ്ങിനൊക്കെ കടത്തി വെട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഇത് ലോകേഷിൻ്റെ ഒരു മൂവിയാണ്. എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ്. ആമീർ ഖാൻ ഉണ്ട്, അതുപോലെ നാഗാർജുന ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത്ര ഹൈപ്പിലിരിക്കുന്നൊരു മൂവിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സോങ്ങാണ് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഞാൻ കണ്ടു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി വരുന്ന ദിവസങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ പൂജ ഹെഗ്ഡയുടെ അതുപോലെ തന്നെ സൗബിൻ്റെയൊക്കെ ഒരു ദിവസങ്ങളായിരിക്കും. ഈ മോണിക്ക സോങ്ങിൻ്റെ ആയിരിക്കും എല്ലായിടത്തും നമുക്ക് കേൾക്കാനും കാണാനും പോകുന്നത്. ഒരുപാട് റീൽസ് ചെയ്ത് ഹിറ്റായിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോൾ തന്നെ ഇതിൻ്റെ സ്റ്റെപ്സൊക്കെ പഠിച്ച് ആദ്യം ഞാൻ ചെയ്യട്ടെ എന്നുള്ള രീതിയിലൊക്കെ തയ്യാറായിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഈ സോങ് ഹിറ്റാവുന്ന പോലെ തന്നെ ഈ മൂവി റിലീസാകുമ്പോൾ ഒരു വമ്പ ഹിറ്റായി തീരട്ടെ. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഒരു വമ്പ ഹിറ്റ് തന്നെ ആയിരിക്കും. ആമീർ ഖാൻ പോലും പറഞ്ഞിരിക്കുന്നത് ഒരു അടിപൊളി പടമായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷനിലാണ് ഞാനൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും ബൈ.